Hi dears, welcome to Crafts and Ideas for You. Pringles നമ്മൾ കഴിച്ചിട്ട് അതിന്റെ ബോട്ടിൽ സാധാരണ കളയല്ലേ ചെയ്യുന്നത്. ഇനി കളയണ്ട കേട്ടോ. നമുക്ക് പിസ്ത ഷെൽസ് ഉപയോഗിച്ചിട്ട് ഉഗ്രൻ ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. പിസ്ത ഷെല്ല് വെച്ചിട്ട് നിരവധി ക്രാഫ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിലേക്ക് പോകാം. പിസ്ത ഷെൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് പിസ്ത ഷെൽസ് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങുന്ന സ്പ്രിംഗ്ലസിൻ്റെ ബോട്ടിലില്ലേ, ആ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രാഫ്റ്റ്. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ചധികം പിസ്ത ഷെൽസ് വേണം കേട്ടോ. പിസ്താഷിയോ ഷെൽസാണ് ഇതിന് കൂടുതലായിട്ട് വേണ്ടത്. കാരണം സ്പ്രിംഗ്ലസിൻ്റെ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് തന്നെ കുറച്ച് നല്ല ഹൈറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രയും വെക്കാനായിട്ട് ഏകദേശം ഒരു 100-ലധികം പിസ്ത ഷെൽസ് വേണ്ടി വരും. ഇനി പിസ്ത ഷെൽസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിസ്ത ഷെൽസിൻ്റെ ഓവൽ ഷേപ്പിലിരിക്കുന്ന പിസ്ത ഷെല്ല് മുകളിലേക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഗം നമുക്ക് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഓരോരോ പിസ്ത ഷെല്ല് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ആദ്യം ഒരു വശം നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം മതി മറുവശം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചത് തന്നെ താഴെ വീണ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഗമ്മിൽ ഒട്ടിയിരിക്കണമല്ലോ. പിന്നെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പിസ്ത ഷെല്ല് വെച്ച് അടുത്ത പിസ്ത ഷെല്ല് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള ആ പോർഷനില്ലേ, 2 പിസ്ത ഷെല്ലിൻ്റെ ഇടയിലായിട്ട് വേണം താഴെ അടുത്ത പിസ്ത ഷെല്ല് വെക്കാനായിട്ട്. കുറച്ച് വലിയ പിസ്ത ഷെൽസൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ചെറുതും നമുക്ക് കളയേണ്ട. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ചെറിയ പിസ്ത ഷെൽസ് വേണം. അപ്പോൾ ചെറുതും വലുതും എല്ലാം നമുക്ക് എടുക്കാം. ആദ്യം തന്നെ ഈ പിസ്ത ഷെൽസ് ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പൊടിയെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉറുമ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിസ്ത ഷെൽസ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി പിസ്ത ഷെൽസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നേരെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം 2 ഗ്യാപ്പിൻ്റെ താഴെയായിട്ട് വേണം അടുത്തത് ഒട്ടിക്കാനായിട്ട്. നമ്മൾ ആദ്യം ഒട്ടിച്ച പിസ്ത ഷെൽസിനോട് അതേ പാകമുള്ളത് തന്നെ അടുത്തടുത്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ആ ഒരു നേരെ കാണാനായിട്ട്. ഇപ്പോൾ ഒരെണ്ണം വലുതോ ഒരെണ്ണം ചെറുതോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും ഒരേ വലുപ്പത്തിലുള്ളത് തന്നെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ താഴെ പശ തേക്കുന്നത് പോലെ തന്നെ പിസ്ത ഷെൽസിൻ്റെ 2ൻ്റെയും അടുത്ത് ചേർന്നിരിക്കാൻ പാകത്തിന് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാതെ ചേർന്നിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതുപോലെ നമുക്കിനി ഈ സ്പ്രിംഗ്ലസിൻ്റെ ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം പിസ്ത ഷെൽസ്. ഇതിൻ്റെ അവസാന പോർഷനൊക്കെ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും കേട്ടോ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ പിസ്ത ഷെല്ലാണെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ പിസ്ത ഷെൽസ് വയ്ക്കാം. ഒടിഞ്ഞതും പൊട്ടിയതും ഒക്കെ ആയിട്ടുള്ള പിസ്ത ഷെൽസ് നമുക്ക് ആ ഭാഗങ്ങളിൽ ഫില്ല് ചെയ്യാം. ഇപ്പോൾ സ്പ്രിംഗ്ലസിൻ്റെ ബോട്ടിലിൽ ഫുള്ളായിട്ട് പിസ്ത ഷെൽസ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ.
ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കളേഴ്സാണ്. എന്ത് കളറാണ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനി കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കാം. നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് നല്ലതാണ്, അതുപോലെ തന്നെ പേൾ കളേഴ്സ് നല്ലതാണ്, റെഡ്, ഗ്രീൻ, എന്ത് കളറും നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് കളേഴ്സ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പിങ്കിഷ് റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. പേൾ കളർ അല്ല ഇത്. കുറച്ച് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി പിസ്ത ഷെൽസിലേക്ക് ഈ പെയിൻറ്റ് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. നല്ല രസമുള്ള ഒരു പിങ്കിഷ് റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഫെവിക്രിലിൻ്റെ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് പേൾ കളർ അടിക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളർ അടിച്ചതിന് ശേഷം ഇതിലേക്ക് പേൾ കളറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പേൾ കളർ അടിക്കാതിരുന്നത്. നിങ്ങൾ അടിക്കുമ്പോൾ പേൾ കളർ ആദ്യം അടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ കളറെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ഔട്ട്ലൈനും ആ ഒരു ഭംഗി കൂടുതൽ വരാനായിട്ട് നമുക്ക് വേറൊരു കളറും കൂടെ അപ്ലൈ ചെയ്യാം. ഞാനൊരു പേൾ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫിനിഷിങ് ടച്ചാണത് വേണ്ടിയിട്ട്. അത് അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ അടിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറാണ്. ഗ്രേ കളറുള്ള മെറ്റാലിക് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സിൽവർ ഗ്രേ കളറാണ് ഇതിന് വരുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കാണുന്നത് എല്ലാത്തിനും തന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ ഗോൾഡൻ, റെഡ്, ഗോൾഡൻ അങ്ങനത്തെ കളേഴ്സല്ലേ കാണാം. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മെറ്റാലിക് കളറും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മെറ്റാലിക് കളർ ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ആയിട്ട് അടിച്ചു കൊടുക്കേണ്ട. പതിയെ ബ്രഷിൻ്റെ ടിപ്പിൽ ഒരു കുറച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഒരു മാറ്റ് ഫിനിഷ് വരാൻ പാകത്തിന് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളപ്പോൾ ഗ്രേ കളറ് പേൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പതിയെയാണ് നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡനോ അല്ലെങ്കിൽ സിൽവറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എഡിറ്റ് ചെയ്തപ്പോൾ പല കളേഴ്സ് ഇങ്ങനെ വന്നു, അതും കൂടെ കാണിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ 2-3 ഷെയ്ഡുകൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ 2-3 കളേഴ്സ് വന്നു. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് ഈ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ കളറിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് എടുത്ത് നിൽക്കാനായിട്ടാണ്. ഈ ഒരു ഫ്ലവർ വേസിൻ്റെ ബാക്കിയെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ സ്പ്രിംഗ്ലസിൻ്റെ പിസ്താഷിയോ ഷെൽസ് വെച്ചിട്ടുള്ള ഫ്ലവർ വേസ് റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തു എന്ന് മാത്രം. ഇനി ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെക്കാം അല്ലേ. ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്യാം. ഇനി മെഴുകുതിരി പൂക്കളൊക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ ഫ്ലവർ വേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഴുകുതിരി പൂക്കളുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്നുള്ളവർക്ക് കാണാം കേട്ടോ. വറ്റൽമുളകിൻ്റെ തണ്ട് വെച്ചിട്ട് മെഴുകുതിരി പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പിസ്ത ഷെൽസ് കിട്ടുമ്പോൾ ഒന്നും കളയണ്ട, എല്ലാം സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റുകളെല്ലാം ചെയ്തെടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തരാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും കൂടെ കാണിച്ചു കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് അവർക്കും ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പിസ്ത ഷെൽസ് ഒന്നും കിട്ടുമ്പോൾ അവരും കളയില്ല. അപ്പോൾ പിസ്ത ഷെൽസ് വെച്ചിട്ട് അടിപൊളി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫോട്ടോസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ വീണ്ടും
കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.